ഗുഡ് ഈവനിങ് ഓൾ. സോ നമ്മൾ സോഷ്യോളജിക്കൽ കാറ്റഗറിയിലെ ക്ലാസ്സസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ആദ്യം തന്നെ കാൾ മാർക്സിൻ്റെ വ്യൂ ആണ് പറയാൻ പോകുന്നത്. സോ കാൾ മാർക്സ് വാസ് എ ജർമ്മൻ ഫിലോസഫർ, എക്കണോമിസ്റ്റ്, സോഷ്യോളജിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ തിങ്കർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, അതുപോലെ ദസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വർക്ക്സാണ് ഏറ്റവും ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത്. പിന്നെ കാൾ മാർക്സ് ക്ലാസ് തിയറി ഡിറൈവ്സ് ഫ്രം എ റേഞ്ച് ഓഫ് ഫിലോസഫിക്കൽ സ്കൂൾസ് ഓഫ് തോട്ട് ഇൻക്ലൂഡിങ് ലെഫ്റ്റ് ഹെഗലിയനിസം. അതായത് ഹെഗൽ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് കാൾ മാർക്സിൻ്റെ ഒരുപാട് തിയറീസ് ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ക്ലാസ് തിയറിയൊക്കെ അതിൻ്റെ ഒരു അതായത് ഹെഗലിയനിസം എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ നിന്ന് വന്നിട്ടുള്ളത് തന്നെയാണ്. So Marxian class theory asserts that an individual's position within a class hierarchy is determined by their role in the production process. അതായത് ആസ് പെർ കാൾ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ സമൂഹത്തിൽ അയാളുടെ ക്ലാസ് വർഗം എന്നുള്ളത് അത് ഏത് വർഗത്തിൽ അയാൾ പെടുന്നു എന്നുള്ളത് കാണിക്കുന്നത് ഉൽപ്പാദനത്തിൻ്റെ, അതായത് നമ്മളുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഉൽപ്പാദന നിരക്കുണ്ടല്ലോ, പ്രൊഡക്ഷൻ, അതിപ്പോൾ എന്തിൻ്റെ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ. സോ അതിൽ എത്രത്തോളം നമ്മളുടെ കപ്പാസിറ്റീസ് കാണിക്കുന്നു എന്ന് വെച്ചിട്ടായിരിക്കും. അതായത് നമ്മളത് ഓൺ ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ ഞാനൊരു ഫാക്ടറി ഓൺ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. അതല്ല ഞാൻ ആ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ എൻ്റെ ക്ലാസ് വേറെയാണെന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ദ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ് ആർ കമ്പോസ്ഡ് ഓഫ് 2 ക്ലാസ്സസ്. അതായത് ഇപ്പോഴത്തെ നമ്മളുടെ അല്ലെങ്കിൽ കാൾ മാർക്സ് ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹം സൊസൈറ്റീനെ പറഞ്ഞിട്ടുള്ളത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി എന്നുള്ളതാണ്, മുതലാളിത്ത വർഗ സൊസൈറ്റി എന്നുള്ളതാണ്. സോ അതിൽ 2 ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ദോസ് ഹു ഓൺ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ആരാണോ ഇൻസ്ട്രുമെൻറ്റ്സ് ഉൽപ്പാദനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഓൺ ചെയ്യുന്നത് ആരാണോ അവരൊരു ഗ്രൂപ്പും, അതുപോലെ ദോസ് ഹു എംപ്ലോയിഡ് ബൈ ദം, ആ ഇൻസ്ട്രുമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വേറൊരു ഗ്രൂപ്പ്. അതായത് ഒരാൾ ഓൺ ചെയ്യുന്നതും മറ്റൊരാൾ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ 2 ഗ്രൂപ്പ് ഓഫ് ക്ലാസ്സാണ് നമുക്ക് ക്യാപിറ്റൽ സൊസൈറ്റിയിൽ കാണാൻ കഴിയും. പിന്നെ മാർക്സ് ഒപ്പൈൻ ദാറ്റ് ദ മിഡിൽ ക്ലാസ്സസ് ലാക്ക് ദ ഇൻഡിപെൻഡൻറ്റ് വിഷൻ ഓഫ് നെസസറി ടു എ പൊളിറ്റിക്കൽ ഐഡിയോളജി. മാർക്സിൻ്റെ അഭിപ്രായത്തിൽ മിഡിൽ ക്ലാസ്സസ്, അതായത് അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിലൊരു ക്ലാസ് ഉണ്ട്, അതിന് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പവർഫുള്ളായിട്ട് ഇവരെ 2 പേരെ എതിർക്കാനോ അല്ലെങ്കിൽ ആർക്ക് ഒപ്പം നിൽക്കണം എന്നുള്ള ഒരു ഐഡിയോളജി അവർക്ക് കുറവായിരുന്നു എന്നാണ് മാർക്സ് അഭിപ്രായപ്പെടുന്നത്. പിന്നെ beside the capitalist and proletariat, Marx also discussed about landowner class. അതായത് മാർക്സിൻ്റെ എല്ലാ തിയറീസും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ അതിൽ 2 തരം ക്ലാസ്സിനെ പറ്റിയിട്ട് അദ്ദേഹം എപ്പോഴും പറയും. അതൊന്ന് ക്യാപിറ്റലിസ്റ്റ്, അതായത് മുതലാളിമാരും, പിന്നൊന്ന് പ്രോലിറ്റേറിയറ്റ്സ്, വർക്കിംഗ് പീപ്പിൾ, അതായത് തൊഴിലാളികളും, അങ്ങനെ 2 ക്ലാസ്സിനെ പറയും. അതുകൂടാതെ വേറൊരു ക്ലാസ്സിനെ കൂടെ മാർക്സ് റെഫർ ചെയ്യുക, അതായത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ലാൻഡ് ഓണർ ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. അതായത് ദ ലാൻഡ് ഓണർ ക്ലാസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഓണേഴ്സ് ഓഫ് ലാർജ് ട്രാക്ട്സ് ഓഫ് ലാൻഡ് ആൻഡ് ഈസ് ഓൾമോസ്റ്റ് ഓൾവേസ് ഫ്യൂഡൽ ഇൻ ഒറിജിൻ. അതായത് ഫ്യൂഡലായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് ഭൂമി കൈവശം വെച്ചുകൊണ്ട് കുടികിടപ്പ് അങ്ങനെ കൊടുക്കുന്ന, അതായത് ഓരോരോ ഏരിയ ഓരോരോ ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്ത് അതിൽ നിന്ന് പണം തട്ടുന്ന കുറച്ച് ആൾക്കാരെ അവർ ലാൻഡ് ഓണർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടാണ് മാർക്സ് അവരെ റെഫർ ചെയ്തിട്ടുള്ളത്. പിന്നെ മാർക്സ് പ്രൊഡ്യൂസ്ഡ് തിയറീസ് ദാറ്റ് എക്സ്പ്ലെയിൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് റിലേറ്റഡ് ഫിനോമിന. അതായത് മാർക്സിൻ്റെ തിയറിയുടെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനപരമായിട്ടുള്ള സമൂഹത്തിലെ അസമത്വം, അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രതിഭാസങ്ങൾ അതിനെപ്പറ്റി നോക്കിക്കാണുന്നുള്ള. അതായത് സാമൂഹികമായിട്ടുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഫാമിലി ആയിക്കോട്ടെ, മാരേജ് ആയിക്കോട്ടെ, എക്കണോമി ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ. സോ അതിലൊക്കെയുള്ള അസമത്വം, 2 ഗ്രൂപ്പിനോടുള്ള അസമത്വത്തിനെയാണ് അദ്ദേഹത്തിൻ്റെ തിയറീസിലൊക്കെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത്. പിന്നെ he viewed man's participation in social institution as acts of exchange intended to favor the fulfillment of human needs. അദ്ദേഹം ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അവരുടെ പേഴ്സണലായിട്ടുള്ള നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഫാമിലിയിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ അച്ഛനെയും അമ്മേനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറേ നീഡ്സ് ഉണ്ട്. അത് ഫിസിക്കലാവാം, മെൻ്റലാവാം, ഫിനാൻഷ്യലാവാം,
ഏത് തരത്തിലുള്ള നീഡ്സും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ മാർക്സ് സേസ് ദാറ്റ് വാട്ട് ഡിസ്റ്റിങ്വിഷസ് വൺ ടൈപ്പ് ഓഫ് സൊസൈറ്റി ഫ്രം അനദർ ഈസ് ഇറ്റ്സ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു സൊസൈറ്റീനെ വേറൊരു സൊസൈറ്റിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, അതായത് ഇന്ത്യൻ സൊസൈറ്റീനെ യൂറോപ്യൻ സൊസൈറ്റിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മളുടെ ഉൽപ്പാദനം. നമ്മൾ പറയും കോട്ടേജ് ഇൻഡസ്ട്രി. നമ്മളുടെ ഒരു കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ഈ കുടിൽ വ്യവസായം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ഒരു ഉൽപ്പാദന ടെക്നിക്കായിരുന്നു. അതല്ല UK അല്ലെങ്കിൽ USA പോലെയുള്ള രാജ്യങ്ങളിൽ വരെ. അപ്പം ഒരു സൊസൈറ്റിനെ വേർതിരിച്ച് കാണിക്കുന്നത് അവിടുത്തെ മോഡ് ഓഫ് പ്രൊഡക്ഷനാണ്, എങ്ങനെയാണ് അവർ ഉൽപ്പാദനം നടത്തുന്നത് എന്നുള്ളതെല്ലാം. പിന്നെ ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ഇറ്റ്സ് ടെക്നോളജി ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. അപ്പം ആ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് നമ്മൾ ഉൽപ്പാദനം ചെയ്യുന്നത്, അതിൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാവും. അതായത് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണോ അൺസ്കിൽഡ് ആയിട്ടുള്ള, അതായത് മെഷീൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, അതല്ല പാക്ക് ചെയ്യാൻ പറ്റുന്നവരായിരിക്കാം. അപ്പം ഡിവിഷൻ ഓഫ് ലേബർ അവിടെ വരാം. അതുപോലെ തന്നെ ടെക്നോളജി, അവരെന്ത് തരം ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നതൊക്കെ വെച്ചുകൊണ്ട് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈച്ച് മോഡ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസസ് എ ഡിസ്റ്റിങ്റ്റീവ് ക്ലാസ് സിസ്റ്റം ഇൻ വിച്ച് വൺ ക്ലാസ് കൺട്രോൾസ് ആൻഡ് ഡയറക്ട്സ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ വേറാസ് അനദർ ക്ലാസ് ഓർ അതർ ക്ലാസ്സസ് ആർ ഡയറക്റ്റ് പ്രൊഡ്യൂസേഴ്സ്. അതായത് ഈ മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ രണ്ട് തരം ക്ലാസ്സിന് നമുക്ക് കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് അതിന് നേതൃത്വം, ലീഡർഷിപ്പ് കാണിക്കുന്നത്, അതായത് അതിൻ്റെ ഓണിങ് പീപ്പിൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതിനൊരു സൂപ്പർവൈസിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരത് ഫോളോ ചെയ്യുക, അതായത് ഓക്കെ ഇവർ പറഞ്ഞു ഇന്നത് പ്രൊഡ്യൂസ് ചെയ്യുക, ഞങ്ങളത് പ്രൊഡ്യൂസ് ചെയ്യുക, അതായത് വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അത് വരുന്നത് എന്തിലേക്ക് തന്നെയാണ്, ക്യാപിറ്റലിസം ആൻഡ് പ്രോലിറ്റേറിയറ്റ്സ് അല്ലെങ്കിൽ ബൂർഷ്വാസീസ് ആൻഡ് വർക്കിംഗ് ക്ലാസ് എന്നുള്ള രണ്ട് ക്ലാസ്സിലേക്കാണത് ചെല്ലുന്നത്. പിന്നെ അക്കോർഡിംഗ് ടു മാർക്സ് ദ ഡോമിനൻറ്റ് ക്ലാസ് കൺട്രോൾ നോട്ട് ഓൺലി മെറ്റീരിയൽ പ്രൊഡക്ഷൻ ബട്ട് ഓൾസോ ദ പ്രൊഡക്ഷൻ ഓഫ് ഐഡിയാസ്. അതായത് മാർക്സ് പിന്നെ പറയുന്നത് ദ ഡോമിനൻറ്റ് ക്ലാസ്, അതായത് സൊസൈറ്റിയിലെ ഡോമിനൻ്റ് ക്ലാസ് മെറ്റീരിയൽ പ്രൊഡക്ഷൻ മാത്രമല്ല, അതായത് ഒരു പ്രൊഡ്യൂസ് ഉണ്ടാക്കുന്നതിലുള്ള, അതായത് ഇപ്പം സോപ്പ് ഉണ്ടാക്കണോ ചീപ്പ് ഉണ്ടാക്കണോ എന്നുള്ളത് മാത്രമല്ല, ഐഡിയ ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, എന്ത് രീതിയിൽ, അതായത് ഇപ്പം ഇപ്പം നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങൾ അതിൽ എന്തു പറയും, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ചിലപ്പോൾ നമുക്ക് ഇപ്പം ഇന്ത്യയിൽ തന്നെ കുറേ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ USA ബേസ് ഇപ്പം പാക്കറ്റ് ഫുഡൊക്കെ ഉണ്ടല്ലോ, മാഗി ഐറ്റംസൊക്കെ, അതൊക്കെ ഐഡിയാസ് കെയിം ഫ്രം ദ യൂറോപ്യൻ കൺട്രീസോ അല്ലെങ്കിൽ അതർ കൺട്രീസാണ്. സോ ആ ഐഡിയ വരെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐഡിയ വരെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഡോമിനൻറ്റ് ക്ലാസ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ കറൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് റിലയൻസ് പോലെയുള്ള ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം, അവരുടെ രീതി അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ നമ്മളുടെ ഒക്കെ ഏരിയയിൽ നമ്മൾ മോൾസ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ടല്ലോ. അതിലൊക്കെ വരുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അതിലെ പ്രൊഡക്ട്സ് മെറ്റീരിയൽ പ്രൊഡക്ട്സിനേക്കാൾ കൂടുതൽ ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, ഇങ്ങനെ വെച്ചാൽ കുറച്ചും കൂടി ആൾക്കാരെ അത് അട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കുമെന്നുള്ള ഐഡിയാസ് വരെ ഈ ഡോമിനൻ്റ് ക്ലാസ്സിൻ്റെ കയ്യിലാണെന്നാണ് മാർക്സ് അഭിപ്രായപ്പെടുന്നത്. പിന്നെ ഈ പറഞ്ഞ ദിസ് ക്രിയേറ്റ്സ് കൾച്ചറൽ സ്റ്റൈൽ ആൻഡ് എ ഡോമിനൻ്റ് പൊളിറ്റിക്കൽ ഡോക്ട്രിൻ. അതായത് ഈ പറഞ്ഞ ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ, പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഈ പറഞ്ഞൊരു ഐഡിയ സംസ്കാരത്തിൽ മാറ്റമുണ്ടാക്കുക, അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയപരമായിട്ട് ആൾക്കാരുടെ ഇടയിൽ അതിനെ, അതായത് ഒരു ഡോമിനൻ്റ് ക്ലാസ്സിനെ കൊണ്ടുവരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ അതിന് സാധിക്കുമെന്നാണ് മാർക്സ് പറയുന്നത്. പിന്നെ മാർക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറി എന്ന് പറയുന്നത് ആലിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആലിനേഷൻ ആൻഡ് സോഷ്യൽ ക്ലാസ്സസ് ഓൾറെഡി ഇപ്പോൾ നമ്മൾ പറഞ്ഞു, രണ്ട് തരം സോഷ്യൽ ക്ലാസ്സസ് ആണ് മാർക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ. ഒന്ന് ക്യാപിറ്റലിസവും രണ്ട് പ്രോലിറ്റേറിയസും, അതായത് ക്യാപിറ്റലിസ്റ്റും അതുപോലെ പ്രോലിറ്റേറിയറ്റ്സും, മുതലാളിമാരും തൊഴിലാളിമാരും, രണ്ട് സോഷ്യൽ ക്ലാസ്സിനെയാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഡോമിനൻ്റ് ആയിരിക്കും, അതായത് ഡോമിനൻ്റ് ഇൻ ദ സെൻസ് പവർ അല്ലെങ്കിൽ മണി ബേസിസിലൊക്കെ ഡോമിനൻ്റ് ആയിട്ടായിരിക്കും ക്യാപിറ്റലിസ്റ്റ്. പക്ഷേ പോപ്പുലേഷൻ ബേസിസിൽ ആരായിരിക്കും മുന്നിൽ? പ്രോലിറ്റേറിയറ്റ്സ് ആയിരിക്കും, വർക്കിംഗ് ക്ലാസ് പീപ്പിൾ ആയിരിക്കും. അപ്പോൾ ആ സോഷ്യൽ ക്ലാസ്സിനെ പറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞു.
പിന്നുള്ള ഒരു തിയറി ആലിനേഷൻ എന്നുള്ളതാണ്. ആലിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് ദ പീപ്പിൾ ബിക്കം ഫോറിൻ ടു ദ വേൾഡ് ഇൻ വിച്ച് ദേ ആർ ലിവിങ്. ആലിനേഷൻ എന്നുള്ള ടേം ഇപ്പോൾ നമ്മൾ ഏലിയൻസ് എന്ന് പറയുന്നത് എന്തിനാണ്, നമ്മളുടെ രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ വേറെ അന്യഗ്രഹ ജീവികളെയൊക്കെയാണ് നമ്മൾ ഏലിയൻസ് എന്ന് പറയുക. സോ അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ നാട്ടിൽ ജീവിക്കുന്നു, പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിൻ്റെ ആരുമല്ല എന്നുള്ളൊരു, അതായത് നമ്മൾ ആരാ എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ പറയും ഓക്കെ നമ്മൾ ഇന്ത്യൻസ് ആയിട്ട് നമുക്കൊരു തരത്തിലുള്ള ഒരു അവകാശമില്ല എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻസ് അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏലിനേറ്റഡ് ആയി പോവുകയാണ്. നമ്മൾ നമ്മളുടെ കൺട്രിയിൽ നിന്ന് തന്നെ ഒരു അന്യഗ്രഹ ജീവികളെ പോലെ ആയി മാറുകയാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് എലിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് ദ പീപ്പിൾ ബിക്കം ഫോറിൻ ടു ദ വേൾഡ് ഇൻ വിച്ച് ദേ ആർ ലിവിങ്. അതായത് അവർ ജീവിക്കുന്ന സ്ഥലത്ത് തന്നെ അവർ വിദേശികളായിട്ട് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകളായിട്ട് മാറ്റപ്പെടുന്ന അല്ലെങ്കിൽ മാറാനായിട്ട് ചാൻസ് ഉള്ള ആ ഒരു പ്രക്രിയനെയാണ് ആലിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ മാർക്സ് ഷോസ് ദാറ്റ് ദ സ്പെസിഫിക് ഫോം ഓഫ് ലേബർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബൂർഷ്വാ സൊസൈറ്റി കറസ്പോണ്ട്സ് ടു ദ മോസ്റ്റ് പ്രൊഫൗണ്ട് ഫോം ഓഫ് ആലിനേഷൻ. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്, ഒരു സവിശേഷതയായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാൻ കഴിയുന്നു. ഈ പറഞ്ഞ ആലിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേമിനെ കാണാൻ കഴിയും. മുതലാളിത്ത സമൂഹത്തിൽ നടക്കുന്ന ഒരു സാധനമാണ് ആലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്നാണ് മാർക്സ് അഭിപ്രായപ്പെടുന്നത്. പിന്നെ മാർക്സ് ഡെവലപ്ഡ് ദിസ് തിയറി ഓഫ് ആലിനേഷൻ ഫ്രം ഫ്യൂർബാക്സ് ഫിലോസഫിക്കൽ ക്രിട്ടിക് ഓഫ് ക്രിസ്ത്യാനിറ്റി. മാർക്സ് ഈ പറഞ്ഞ ആലിനേഷൻ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഫ്യൂർബാക്സ് ഫിലോസഫി ഓഫ് ക്രിട്ടിക്സ് അഗെയിൻസ്റ്റ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഈ പറഞ്ഞ ഫ്യൂർബാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ക്രിസ്ത്യാനിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വിമർശനത്തിൽ നിന്നാണ് ഈ ആലിനേഷൻ എന്നുള്ള ടേം അദ്ദേഹം മാർക്സ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ മാർക്സ് അപ്ലൈഡ് ദ കോൺസെപ്റ്റ് ഓഫ് ആലിനേഷൻ ടു വർക്ക് ഇൻ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ്. അതായത് വ്യവസായവും അതുപോലെ മുതലാളിത്ത സമൂഹത്തിലാണ് ഈ പറഞ്ഞ ആലിനേഷൻ നടക്കുന്നത് എന്നാണ് മാർക്സ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതുപോലെ നമ്മൾ 2 തരം ക്ലാസ് പറഞ്ഞു, ക്യാപിറ്റലിസ്റ്റ് ആൻഡ് പ്രോലിറ്റേറിയറ്റ്സ്. അവരെ തന്നെ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട് എന്നും പറയും. ഹാവ്സ് എന്ന് പറഞ്ഞത് ഉള്ളവരും ഹാവ്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവരും, അങ്ങനെയും അതിനെ പറയാം. ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിൽ ചോദിക്കും വാട്ട് ഈസ് ഹാവ് ആൻഡ് ഹാവ് നോട്ട് എന്ന് പറഞ്ഞാൽ ഉള്ളവരും ഇല്ലാത്തവരും, അതായത് ക്യാപിറ്റലിസ്റ്റും പ്രോലിറ്റേറിയറ്റ്സും അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സും ബൂർഷ്വാസിയും അത് തന്നെയാണ് ഈ ഹാവ് ആൻഡ് ഹാവ് നോട്ട് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം 4 തരത്തിൽ ആലിനേഷൻ നടക്കാമെന്ന് പറയുന്നുണ്ട്. 4 തരത്തിൽ ആലിനേഷൻ നടക്കാം. അതിലൊന്നാമത്തത് വർക്കേഴ്സ് ആർ ആലിനേറ്റഡ് ഫ്രം ദെയർ ഓൺ ലേബർ പവർ. അവരുടെ തന്നെ പവറിൽ നിന്ന്, അതായത് അവരുടെ ആ വർക്കിംഗ് പവർ ഉണ്ടല്ലോ, അവർ വേജിന് വേണ്ടിയിട്ടാണ് തൊഴിൽ ചെയ്യുന്നത്. സോ അവരുടെ ഇൻട്രസ്റ്റ് പോലും നോക്കില്ല. പക്ഷേ നമ്മളുടെ, അതായത് എൻ്റെ ഉള്ളിലുള്ള ഒരു എനർജി മാത്രമാണ് ആരെടുക്കുന്നത്, ക്യാപിറ്റലിസ്റ്റ് എടുക്കുന്നത്. പക്ഷേ എൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന തൊഴിലിനോട് എനിക്കൊരു ഫുൾ എന്താ പറയുക കമ്മിറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതൊന്നും അറിയണ്ട. അപ്പം അവിടെ നമ്മൾ നമ്മളുടെ തൊഴിലിനോട് തന്നെ, അതായത് ഞാൻ ചെയ്യുന്നത് എന്തിനാ എന്നുള്ളൊരു ഫീൽ വരുമ്പോൾ നമ്മൾ അതിനോട് തന്നെ ഒരു സ്ട്രേഞ്ചറായിട്ട് തോന്നും എന്നുള്ളതാണ് ഫസ്റ്റിലെ. രണ്ടാമത്തത് ദേ ആർ അലിനേറ്റഡ് ഫ്രം ദെയർ ലേബർ. അതായത് ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ലേബർ പവറാണ്, നമ്മളുടെ പവറിനോട് തന്നെ നമുക്ക് വരുന്നൊരു എൻസ്ട്രേഞ്ച്മെൻ്റാണ് ആദ്യത്തെ. രണ്ടാമത്തത് ലേബർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തൊഴിൽ, അതായത് നമ്മൾ ജോലി ചെയ്യുമ്പം നമ്മൾ എന്താ പറയുക, അപ്പോൾ ആദ്യത്തതും രണ്ടാമത്തതും തമ്മിൽ ചെറിയൊരു, അതായത് കൺഫ്യൂഷൻ ഉണ്ടാവുക. കാരണം ഒന്നാമത്തത് ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്നാമത്തതെന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ആർ അലിനേറ്റഡ് ഫ്രം ദെയർ ഓൺ ലേബർ പവർ. ലേബർ പവർ എന്ന് പറഞ്ഞാൽ അവർ തൊഴിൽ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ വേജ് കിട്ടാനുള്ള അവരുടെ ഒരു പവറിനെയാണ് ലേബർ പവർ എന്ന് പറയുന്നത്. പക്ഷേ ലേബർ എന്ന് പറഞ്ഞാൽ അവരുടെ തൊഴിൽ എന്നുള്ളതേ ഉള്ളൂ. അപ്പം രണ്ടാമത്തെ വരുന്നത് അവരുടെ തൊഴിലിൽ നിന്ന് തന്നെ അവർ എൻസ്ട്രേഞ്ച് ആയി പോവുകയാണ്. അപ്പം അതാണ് രണ്ടാമത്തെ. ഐ ഗെസ് ഇത് ഇത്തിരി കൺഫ്യൂഷൻ വരും. അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. മൂന്നാമത്തെ പറയുന്നത് വർക്കേഴ്സ് ആർ അലിനേറ്റഡ് ഫ്രം ഈച്ച് അതർ. അതായത് ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു കാര്യം, അതായത് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഒരു അല്ലെങ്കിൽ ഒരു പിന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നിൻ്റെ എൻഡിലേക്ക്, അതായത് പിന്നെന്നുള്ള രൂപത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ അതിനെ പ്രോസസ്സ് ചെയ്യുന്ന ഓരോരോ ഘട്ടങ്ങളുണ്ട്. സോ ആ വർക്കേഴ്സ് ആ പ്രൊഡക്റ്റിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുകയാണ്, അവർ എൻസ്ട്രെയിഞ്ച് ആയിപ്പോഴും, അതായത് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനം തന്നെയാണോ എന്നുള്ള ഇതുപോലും അവർക്കറിയില്ല. അതായത് അത്രയും സ്ട്രെയിഞ്ചറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്.
നാലാമത്തെ പറയുന്നത് അവർ വർക്കേഴ്സിൽ നിന്ന് തമ്മിലുള്ള വർക്കേഴ്സിൽ നിന്ന് തന്നെ അവർ അപരിചിതരായിട്ട് മാറും. ചിലപ്പോൾ സ്കിൽഡ് ലേബേഴ്സ് ആവാം, ചിലപ്പോൾ അൺസ്കിൽഡ് ലേബേഴ്സ് ആവാം. അപ്പം അവരിൽ നിന്നൊരു സ്ട്രേഞ്ചറായിട്ടുള്ള ഫീലിംഗ് വരാമെന്നാണ് മാർക്സ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്.